താങ്ക് യു മാം. സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഫാത്തിമ മാം ആണ്. മാം സൈക്കോളജിസ്റ്റ് ആണ്, UPSC മെന്റർ ആണ്, ടീച്ചറാണ്, ട്രാവലറാണ്, ഓഥറാണ് ആൻഡ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണർ ആണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു. Thank you, Sajana ma'am. Good morning. Good morning, all. Good morning. Good Okay. morning, ma'am. Good morning. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എല്ലാവരും രാവിലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ജോയിൻ ചെയ്തതിന് വലിയൊരു താങ്ക്സ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രാവലിങ്ങിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ ട്രാവലിങ്ങിന്റെ ഒരു ഡിഫറെന്റ് ടോപ്പിക് ഇത്തവണ കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോ സെലക്ട് ചെയ്തതാണ് പെറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്. ഓക്കെ, സ്ലൈഡ് ഷെയർ ചെയ്യണമായിരുന്നു. പോസ്റ്റ് ആക്കാം മാം. ഓക്കെ മാം. താങ്ക് യു മാം. ഓക്കെ, എന്റെ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ ഡിസ്കഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പെറ്റ് ഹീലിംഗ്, ദ തെറപ്യൂട്ടിക് ഡൊമൈൻ ഓഫ് ഇമോഷണൽ കമ്പാനിയൻഷിപ്പ് എന്നുള്ളതാണ്. എത്ര പേർക്ക് ഇവിടെ പെറ്റ് ഉണ്ട്? ആർക്കെങ്കിലും പെറ്റ് ഉണ്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള? ആ അമ്മയ്ക്കുണ്ട്. യെസ്, അമ്മയ്ക്കുണ്ട്. അപ്പൊ അവർക്ക് അറിയുമായിരിക്കും. അപ്പോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു പെറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഹീലിംഗിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാ. അത് മാത്രല്ല, ഒരു പക്ഷേ കൊണ്ടുവരുമ്പോൾ വെറും ഒരു മൃഗം ആയി മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നവര് പിന്നീട് നമ്മുടെ മെന്റൽ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ വൈകാരികമായി നമ്മൾക്ക് അവരോട് എത്രത്തോളം അടുത്തു, ഈ അടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. അത് മാത്രമല്ല, ഈ ലോകത്ത് ഒത്തിരി പെറ്റ് ഹീലിംഗ്, ഈവൻ പെറ്റ് തെറാപ്പി വരെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഹച്ചിക്കോ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഹച്ചിക്കോ എന്ന് കേട്ടിട്ടുണ്ടോ? ഹച്ചിക്കോ. യെസ് മാം, ജപ്പാൻ വേർഡ് അല്ലേ അത്? യെസ് ആണോ? യെസ് യെസ്. ഓക്കെ. ആ, ഈ ജപ്പാൻ ബ്രീഡ് അല്ല ആക്ച്വലി. ഹച്ചിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജപ്പാനിലുള്ള ഒരു ഫേമസ് ഒരു നായയുടെ പേരാണ് ഹച്ചിക്കോ എന്ന് പറയുന്നത്. അത് ഈ ഒരു സ്റ്റോറിയുടെ അകത്ത് ഡോഗാണ് സർ. റൌഫ് സർ, യെസ്. അപ്പോ ഈ സ്റ്റോറി എല്ലാ ദിവസവും ഷിബുയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ഈ ഹച്ചിക്കോയുടെ ഓണർ ആയിട്ടുള്ള പ്രൊഫസർ യൂനോനെ കൊണ്ടുവിടാൻ വേണ്ടിയും കൊണ്ടുവരാൻ വേണ്ടിയും എപ്പോഴും ഈ പ്രൊഫസർ യൂനോനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡോഗാണ് ഹച്ചിക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 1925 ഈ ഹച്ചിക്കോ യൂനോ മരിച്ചുപോയി. പക്ഷേ യൂനോ മരിച്ചു പോയത് ഹച്ചിക്കോ അറിഞ്ഞില്ല. അതിനുശേഷവും തുടർച്ചയായി 12 വർഷത്തോളം ഈ പറഞ്ഞിട്ടുള്ള ഹച്ചിക്കോ ഡോഗ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞിട്ടുള്ള ജാപ്പനീസ് സ്റ്റേഷനിൽ പോയി, ജപ്പാനിലെ ഷിബുയ സ്റ്റേഷനിൽ പോയി. അങ്ങനെ അവർ പോയി ആ സമയമാകുമ്പോൾ തിരിച്ചു വരും. പക്ഷേ യുനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫസർ മരിച്ചുപോയി. അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം കാണുന്നില്ല എങ്കിൽ കൂടെ ഇത് നിർത്താൻ ഒരിക്കലും ഹച്ചിക്കോ റെഡി ആയിരുന്നില്ല. ആ ഒരു ലോയൽറ്റി, ആ ഒരു സ്നേഹം, ആ ഒരു കമ്പാനിയൻഷിപ്പ് അത് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെ ഹച്ചിക്കോ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഫസർ യുനോയുടെ അടുത്ത്. അങ്ങനെ നീണ്ട 9 വർഷം കഴിഞ്ഞ് 1935 ഹച്ചിക്കോ മരിക്കുന്നത്. അതിനുശേഷം ഈ ഹച്ചിക്കോയുടെ സ്റ്റോറി ജപ്പാനിൽ മുഴുവൻ ഭയങ്കരമായിട്ട് സ്പ്രെഡായി.
ഒരു നായ എന്നതിന്റെ ലവ് കമ്പാനിയൻഷിപ്പ്, അതിന്റെ ഒരു സ്നേഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ നാട്ടില് ഭയങ്കര പ്രശസ്തമായ സമയത്താണ് ഇതുപോലെ ഹച്ചിക്കോയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയത്. ഷിബുയ സ്റ്റേഷനിൽ ഹച്ചിക്കോയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആളുടെ പ്രൊഫസർ യൂനോ ഹച്ചിക്കോനെ പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഹച്ചിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നായനെ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ മൂവി, ദാറ്റ്സ് ഇറ്റ്. ഹച്ചിക്കോ എന്ന് പറയുന്നത് അക്കിര എന്ന് പറഞ്ഞിട്ടുള്ള, അക്കിത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡിൽ പെട്ടിട്ടുള്ള നായയാണ്. ഇത് നല്ല ഫറായിട്ടുള്ളതാണ്, ഭയങ്കര തൊപ്പ ഉള്ള ഒരു ടൈപ്പ്, ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോഗ് ആണ് ഈ ഹച്ചിക്കോ എന്നുള്ളത്. ഹച്ചിക്കോ, യാ, അക്കിത എന്നാണ് ആ ബ്രീഡിന്റെ പേര് റിയൽ ലൈഫിൽ. ദിസ് ഇസ് ഇറ്റ്. നൗ, പെറ്റ്സ് നമുക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ആസ് ലൈക്ക് ഹ്യൂമൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ നമുക്ക് പെറ്റ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് നമുക്ക് പെറ്റ്സ് ഉണ്ടായിരുന്നത് പൂച്ചയുണ്ട്, അതുപോലെ ഡോഗ് ഉണ്ട്. ഒന്നും കൂടെ എക്സ്ട്രീം ലെവലായി കഴിഞ്ഞാൽ വേറെയും കുറെ പെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ആനകളുണ്ട്, അതുപോലെ ഈവൻ ക്രോക്കഡൈൽസ് ഉണ്ട്, പാമ്പുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളുടെ ജീവനും ജീവിതത്തിനും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പെറ്റ്സ് എന്ന് പറയുന്നത്, നോട്ട് എസ് പെറ്റ്സ് ബട്ട് എസ് എ കമ്പാനിയൻ, നമ്മളെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വോൾസ് ആയിരുന്നു. ഓക്കെ, സോ ഹ്യൂമൻസും വോൾസും ആണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു മ്യൂച്വൽ ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഹ്യൂമൻസ്, അതായത് മനുഷ്യന്മാർ എന്താക്കും, ഈ പറഞ്ഞിട്ടുള്ള ചെന്നായകൾക്ക് ഷെൽട്ടർ കൊടുക്കും. ഓക്കെ, താമസിക്കാൻ ഒരു വീട് പോലെ. അതുപോലെ തന്നെ ഹണ്ട് ചെയ്യുന്നതിൽ നിന്നൊരു പങ്ക് ഭക്ഷണവും കൊടുക്കും. ഓക്കെ, മനുഷ്യന്മാരെ ഈ പറഞ്ഞിട്ടുള്ള ചെന്നായകൾ ഹണ്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ അന്ന് കാലം മുതൽ തന്നെ നമ്മള് മനുഷ്യന്മാര് മൃഗങ്ങളെ ഭയത്തോടു കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളുടെ സഹായവും നമ്മൾ സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോകെ 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 നമ്മൾ ഡോഗ്സിനെ വളർത്താൻ തുടങ്ങിയത്, ഡോഗ്സിനെ ഹാബിറ്റാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, പല കേവ് ഡ്വെല്ലേഴ്സ് എന്നാ പറയാ. അതായത് പഴയ കാലത്ത്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ആസ്ട്രലോപിത്തക്കസ്, രാമപിത്തക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദിമ മനുഷ്യരുടെ ഭാഗമായിട്ട് ഈ ആദിമ മനുഷ്യർ പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ഡോഗ്സിനെ ആയിരുന്നു. കേവ്സിന്റെ പുറത്ത് കാവൽ നിർത്താൻ, രാത്രി തീയിട്ട് കഴിഞ്ഞാൽ അതിനു ചുറ്റും അതിന്റെ ഭാഗത്തായിട്ട് ഇവരെ നിർത്തും. കേവ്സിലേക്ക് മറ്റൊരു മൃഗങ്ങളും അതിക്രമിച്ച് കയറാതിരിക്കാൻ, സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയതാണെങ്കിലും അത് പിന്നീട് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരികപരമായ ഒരു ബന്ധത്തിലേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കൂട്ടുകാരടക്കം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മനുഷ്യരെക്കാൾ അവർക്ക് കൂടുതൽ ആത്മബന്ധമുള്ളത് അവരുടേതായിട്ടുള്ള പെറ്റ്സിനോടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തുടക്കത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അത് വിശ്വസിക്കാനും എനിക്കൊരു റീസൺ ഉണ്ടായി, പറയാം. സോ ഇതേ ലാസ്റ്റ് പറഞ്ഞതുപോലെ, ബിഫോർ ആനിമൽസ് ബിക്കെയിം അവർ പെറ്റ്സ് ദേ വർ അവർ പാർട്ട്നേഴ്സ് ഇൻ സർവൈവൽ. അതായത് ഒരു പെറ്റ്സായി, വളർത്തുമൃഗം അല്ലെങ്കിൽ ഓമനത്വം തുളുമ്പുന്ന ഒരു വളർത്തുമൃഗമായി മാറുന്നതിന് മുൻപ് ഈ പെറ്റ്സ് നമ്മളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സർവൈവലിന്റെ ഭാഗമായി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഈ ലോകത്ത് ത്രൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർ വേണം എന്നുള്ള രീതിയിൽ ഒരു സർവൈവലിന് വേണ്ടി നമ്മളെ കൂടെ കൂടിയതായിരുന്നു. അതിനുശേഷം പിന്നീട് ഹ്യൂമൻസ് ആണ് പിന്നെ കൂടുതലായിട്ട് ആ സർവൈവലിന് വേണ്ടിയിട്ട് ഹ്യൂമൻസ് തന്നെ കൂടുതൽ അതിന്റെ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുകയുണ്ടായി. ഹണ്ടിങ് പോലെയുള്ള കാര്യങ്ങൾ, അതിന് ഡോഗ്സിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ അവർക്ക് സ്വയം ചെയ്യാവുന്ന രീതിയിലുള്ള വെപ്പൺസ് അവരുണ്ടാക്കി. പിന്നെ അതിനുശേഷം ആണ് നമ്മൾ ഇവരുമായി ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നത്. ഇമോഷണൽ ആയിട്ട് വൈകാരികപരമായ ബന്ധം അതുണ്ടായത്, അതുപോലെ കെയർ ഗിവിങ് അതുണ്ടായത്. അങ്ങനെ ഹ്യൂമൻസിന്റെ ജീവിതത്തിൽ, അതായത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പതിയെ 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 ഈ കുഞ്ഞു മൃഗങ്ങളുടെ കടന്നുകയറ്റം വരാൻ തുടങ്ങി. ദാറ്റ്സ് ഇറ്റ്. ഇനി ഏൻഷ്യന്റ് ഈജിപ്തിനെ പറ്റി ആർക്കും അറിയാത്തതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈജിപ്തില് ഇപ്പോഴും നമുക്ക് ഈ മമ്മീസിന്റെ കൂടെ കാണാൻ സാധിക്കുന്ന ഒരു മൃഗമാണ് പൂച്ച എന്ന് പറഞ്ഞത്. അവര് ഈ കാറ്റ്സിനെ, നമ്മൾ ഈ മനുഷ്യന്മാരെ മമ്മിഫൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ മൃഗങ്ങളെയും മമ്മിഫൈ ചെയ്ത് ഈ മമ്മിയുടെ കൂടെ അവർ ശവമടക്കും.
ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ മരണശേഷമുള്ള ജീവിതം, മരണാനന്തര ജീവിതം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. ഈ മരണാനന്തര ജീവിതത്തിൽ എത്രത്തോളമാണ് ഈ പറഞ്ഞിട്ടുള്ള പൂച്ചയുടെ പ്രാധാന്യം എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവരുടെ കൂടെ ജീവിച്ചിരുന്ന ഈ ഒരു പെർട്ടിക്കുലർ അനിമലിനെ, ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ മൃഗത്തെ അതിനുശേഷം അവർക്ക് വേണം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഹൈറോഗ്ലിഫിക്സിൽ ഒത്തിരി കാണാവുന്നതാണ്. ഈ ഈജിപ്തിൽ അവിടെ ഒത്തിരി ചുവർ ചിത്രങ്ങളുണ്ട്. ദേ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ചുവർ ചിത്രങ്ങളുടെ അകത്തും പൂച്ചേനെയാണ് കാണിച്ചിട്ടുള്ളത്. ചില സമയങ്ങളിൽ അവിടെ പൂച്ചയുടെ ഗോഡ് വരെയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഈജിപ്തിൽ ഒരു പ്രതിമയുണ്ട്, സ്ഫിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിമയുണ്ട്. അതിന് ഇപ്പോ ഈ മാർജാര വംശത്തിലെ ഏറ്റവും ടോപ്പ് മുകളിൽ നിൽക്കുന്ന സിംഹത്തിന്റെ ഒരു രൂപമാണ് കൊടുത്തിട്ടുള്ളത്. തല സിംഹത്തിന്റെ പുറകില് ഉടല്, തല മനുഷ്യന്റെയും പുറകിൽ ഉടല് സിംഹത്തിന്റെയുമായിട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു രൂപം നിൽക്കുന്നുണ്ട്. ഓക്കെ, സ്ഫിങ്സ് പ്രതിമ, ഈജിപ്തിലെ സ്ഫിങ്സ് പ്രതിമ. അതുപോലെ തന്നെ നമുക്കും അറിയാവുന്നതാ എത്രത്തോളമാണ് നമ്മളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഇന്ത്യൻ സംസ്കാരത്തിലും ഈ പറഞ്ഞിട്ടുള്ള ആനിമൽസ്, സഹജീവി സഹവർത്തിത്വം തന്നെയാണ് നമ്മളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നൗ ഇതാണ് ആദ്യം നമ്മളെ കൂടെ നമ്മുടെ പെറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് എന്തിനായിരുന്നു? നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിരുന്നു. കഠിനമായിട്ടുള്ള കാടുകളില് യാതൊരുവിധ രീതിയിലും ഇപ്പൊ അന്നത്തെ കാലത്തുള്ള ആനിമൽസ് എന്ന് പറഞ്ഞാല് നല്ല സൈസുള്ള ആനിമൽസ് ആയിരുന്നു, അല്ലെ? അപ്പൊ ഇത്രയും വലിയ ആനിമൽസിന്റെ ഇടയിലും അതുപോലെ അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, ഹണ്ടിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത്, അങ്ങനെ സർവൈവലിന് വേണ്ടി ദിനം പ്രതി നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആനിമൽസ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കോഓപ്പറേഷൻ ആയി തുടങ്ങി. അതായത് അവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട്, നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മളെ ഹണ്ട് ചെയ്യാൻ അവർ സഹായിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മളുണ്ട്. അതാ അതിനുശേഷം പിന്നീട് അവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ വീടുകളിലൊക്കെ വളർത്താൻ തുടങ്ങി. പിന്നീട് പതിയെ പതിയെ ഒരു കമ്പാനിയൻഷിപ്പിലേക്ക് വന്നു. അതായത് ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ എന്നുള്ള രീതിയിലല്ല അതിനർത്ഥം, പക്ഷേ മനുഷ്യന് പകരം നമ്മളുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പതിയെ പതിയെ പെറ്റ്സിനെ കാണാൻ തുടങ്ങി. അതിനുശേഷം അവിടെ ഒരു ഇമോഷണൽ ബോണ്ട് വന്നു. ആ ഇമോഷണൽ ബോണ്ട് വഴിയാണ് ഇപ്പോ പല ഭാഗത്തും ഹീലിംഗ് വരുന്നത്. ഓക്കെ, അതിനുള്ള കാരണങ്ങളുണ്ട്. എങ്ങനെയാണ് ഇമോഷണൽ ബോണ്ട് വന്നത്, ഈ ഇമോഷണൽ ബോണ്ടിങ് എങ്ങനെയാണ് ഹീലിംഗിന് കാരണമായത് എന്നുള്ള സംഭവങ്ങൾ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതാണ് അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് തിയറി അത് ഡെവലപ്പ് ചെയ്തത് ജോൺ ബോൾബി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ഹ്യൂമൻസ് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടാണ് ആനിമൽസുമായി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്താണ്? അത് നല്ല കെയർ തരും. ആനിമൽസ് നമുക്ക് നല്ല കെയർ തരും എന്ന് പറയണേ. അതുപോലെ ഈ പീപ്പിൾസുമായിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം അറ്റാച്ച്മെന്റ് തിയറി ഓഫ് ജോൺ ബോൾബി പറയുന്നത് പെറ്റ്സിനെ പറ്റിയല്ല. ആക്ച്വലി ആദ്യം അത് പറയുന്നത് ഹ്യൂമൻ ബീങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അത് പിന്നീട് നമ്മൾ പെറ്റ്സിലേക്ക് കൊണ്ടുവരുമ്പോഴെങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, എല്ലാ മനുഷ്യന്മാരും കെയറിന് വേണ്ടി കൊതിക്കും, സേഫ്റ്റിക്ക് വേണ്ടി കൊതിക്കും, കംഫർട്ടിന് വേണ്ടി കൊതിക്കും. നമ്മളെപ്പോഴും പറയാറില്ലേ, എന്റെ വീടാണ് ആ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ എന്റെ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് എന്റെ വീടാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്കൊരു സേഫ്റ്റിനെസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി. ആൻഡ് നെക്സ്റ്റ്, കംഫർട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള അറ്റാച്ച്മെന്റ് തിയറിയിൽ ജോൺ ബോൾബി പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ അറ്റാച്ച്മെന്റ് തിയറിയിലുള്ള പറഞ്ഞത് പ്രകാരം എങ്ങനെയാണ് പെറ്റ്സ് അതിൽ ഇൻവോൾവ്ഡ് ആവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, നോൺ ജഡ്ജ്മെന്റൽ കമ്പാനിയൻഷിപ്പ്. പെറ്റ്സ് ഒരിക്കലും നമ്മളെ ജഡ്ജ്മെന്റൽ ആയി നോക്കില്ല. ഒന്നാമത്തെ കാരണം, നമ്മളെ അതായത് പെറ്റ്സ് ഒരിക്കലും നമ്മളെ മുൻധാരണയോടുകൂടി, മുൻവിധിയോടുകൂടി നമ്മളെ സെർച്ച് ചെയ്യില്ല. അവര് നമ്മോട് ഇടപഴകി നമ്മൾ അവരോട് എങ്ങനെ നിൽക്കുന്നു, അവരെങ്ങനെ നമ്മളോട് നിൽക്കുന്നു എന്നതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ അവർക്ക് നമ്മളോടുള്ള ബിഹേവിയർ ഇംപ്രൂവ് ആവുക. അതാണ് നോൺ ജഡ്ജ്മെന്റൽ കമ്പാനിയൻഷിപ്പ്. കൺസിസ്റ്റൻസി ആൻഡ് റൂട്ടീൻ. പെറ്റ്സ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ലോയൽറ്റി എന്ന് പറയാറില്ലേ, ഇപ്പോ ഒരു പാക്കറ്റ്, ഇപ്പൊ ഞാൻ പല സോഷ്യൽ മീഡിയ വീഡിയോസിന്റെയും താഴെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ നായകളോടുള്ള സ്നേഹത്തിന്റെ താഴെയുള്ള വീഡിയോസിന്റെ താഴെ കണ്ടിട്ടുണ്ട്. മിക്കവരും പറയുന്നത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്താൽ മതി, ജീവിതകാലം മുഴുവൻ അതിന്റെ നന്ദി ഉണ്ടായിരിക്കുന്ന ഒരു മൃഗമാണ് ഈ പറഞ്ഞിട്ടുള്ള നായ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. സോ കൺസിസ്റ്റന്റ് ആയിരിക്കും അവരുടെ സ്നേഹം. ഓക്കെ, ഫിസിക്കൽ ടച്ച്. നമുക്ക് അവരെ ഫിസിക്കലി
ടച്ച് ചെയ്യാം. അതൊരു ഇമോഷണൽ ഹീലിംഗ് ആണ്. ആ ഫിസിക്കൽ ടച്ച് വഴി എങ്ങനെയാണ് ഇമോഷണൽ ഹീലിംഗ് എന്നുള്ളത് നമുക്ക് ഒരു കേസ് സ്റ്റഡി തന്നെ നടത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇമോഷണൽ റെസ്പോൺസീവ്നെസ്. ഇപ്പോ കാറ്റിന്റെ ഒക്കെ ഒരു നമ്മൾ ആ കാറ്റിനെ ഇങ്ങനെ അവരുടെ ഫറിൽ ഇങ്ങനെ ഇങ്ങനെ തൊപ്പയിൽ ഇങ്ങനെ 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 നമ്മൾ ആക്കി കഴിഞ്ഞാൽ, മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമ്മളോട് അതിന് റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ തലയിൽ ഇങ്ങനെ നോക്കും, അങ്ങനെയൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്. അത് സ്പോട്ടിൽ നമുക്ക് കിട്ടും. ദേ വിൽ നോട്ട് വെയിറ്റ് ഫോർ എനിവൺ. അവർക്ക് ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എ സെൻസ് ഓഫ് ബീങ് നീഡഡ്. നമുക്ക് തന്നെ തോന്നും, ഓക്കെ, മനുഷ്യന്മാർക്ക് വേണ്ടെങ്കിലും എന്റെ പെറ്റിന് അല്ലെങ്കിൽ എന്റെ പട്ടികയിൽ തന്നെ വേണമല്ലോ എന്നുള്ളൊരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ നീഡ് നമുക്ക് സാറ്റിസ്ഫൈ ആവും. സോ ലാസ്റ്റ് വൺ ആണ് സംസാരം, വെർബൽ കമ്മ്യൂണിക്കേഷൻ. പ്രത്യേകിച്ച് ഒരു ഭാഷയുടെ ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് കുറെ വാക്കുകളുടെ ആവശ്യമില്ലാതെ, വെറും ആക്ഷൻസിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ലൈഫ് ലോങ് കമ്പാനിയനെയാണ്. ലൈഫ് ലോങ് കമ്പാനിയൻ ഇൻ ദ സെൻസ് അവരുടെ ലൈഫ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. Why do lonely people bond so deeply with dogs? Psychologists have found that pets can reduce feelings of stress, anxiety, and emotional isolation. Attachment theory explains it best. Humans naturally look for safe emotional connections, and dogs give something most people don't anymore: constant loyalty without judgment. No fake conversations, no pretending, no hidden intentions. That's why some people feel more peace sitting silently with a dog than being in a room full of people. Because lonely people usually aren't afraid of connection. They're afraid of being disappointed again. യെസ്, അതാ പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ലോൺലി ആയി ഒറ്റയ്ക്കുള്ള ആളുകൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അധികം ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു റൂം ഫുൾ ഓഫ് പീപ്പിൾ, ഒരു മൊത്തം കുറേ ആളുകൾ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു റൂമിനകത്ത് കയറുക എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ സ്വന്തം ഡോഗുമായി നിന്ന് സമയം ചെലവഴിക്കാനാണ് എന്നുള്ളതാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് അറ്റാച്ച്മെന്റ് തിയറി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ അറ്റാച്ച്മെന്റ് തിയറിയാണ്. ഓക്കെ, നൗ Why do lonely people യെസ്, ഇതൊരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇതിന് താഴെ എഴുതിയത് ഇത് കണ്ടിട്ട് ഞാൻ പറയാം. have a furry friend. Remember, they are your best friend for a short time in your life, but you are their best friend for their entire life. That's it. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ലൈൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോമം എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്കൊരു ഫറി ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു രോമം നിറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതകാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ അവരുണ്ടായിരിക്കുള്ളൂ. കാരണം നമുക്കറിയാം ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറവാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ആനിമൽസിന്റെ ഒക്കെ. പക്ഷെ അതേസമയം അവരുടെ ജീവിതകാലം മുഴുവനുള്ള ഫ്രണ്ട്സ് നമ്മളായിരിക്കും എന്നാ പറയുന്നത്. ശരിയല്ലേ? 10-15 വർഷം മാത്രം ജീവിക്കുന്ന ഒരു ക്യാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്ക ക്യാറ്റ്സും ഇതുപോലെ നമ്മൾ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ തന്നെ ജീവിതം തുടങ്ങി ആ വീട്ടിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ മാത്രമേ അവര് വരുന്നുള്ളൂ. പക്ഷേ അവരുടെ ജീവിതത്തിലെ മുഴുവൻ ഭാഗം നമ്മളാണ്. അത് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു ലൈൻ, ഒരു ഡീപ്പർ ആയിട്ടുള്ള മീനിങ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പർട്ടിക്കുലർലി ആഡ് ചെയ്തത്. Furry friend. Remember, യെസ്, ഞാൻ ഇന്ന് ഈ ടോപ്പിക് എടുക്കാൻ കാരണമായ ആളാണ് ഈ ഫിഗറിൽ, ഈ സ്ലൈഡിൽ കാണുന്ന രണ്ടുപേര്. ഇവിടെ പൂച്ച, എനിക്ക് കുറച്ച് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് എന്റെ ഹസ്ബൻഡാണ് എനിക്ക് പൂച്ചനെ കൊണ്ടുവന്ന് തന്നത്, നിക്സൺ. അപ്പൊ നിക്സൺ കൊണ്ടുവന്ന് തന്ന സമയത്ത് ഈ സൈസ് ഉണ്ടായിരുന്നുള്ളൂ, ചെറുതാ, ഭയങ്കര ചെറുതാ. കൊണ്ടുവന്ന് 3-ാമത്തെ ദിവസം ആളെന്നെ മാന്തി, നല്ല മാന്ത് കിട്ടി. എന്നിട്ട് എനിക്ക് എടുക്കാൻ അറിയില്ല. എനിക്ക് പൂച്ചകളെ വളർത്തി പരിചയമില്ല, പൂച്ചകൾ നല്ല ഒരു പെറ്റ്സിനെയും വളർത്തി പരിചയമില്ല. എന്റെ വീട്ടിൽ അങ്ങനെ വളർത്താൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് കുറച്ച് പേടിയാ. അതുകൊണ്ട് ഇപ്പൊ നിക്സൺ എനിക്ക് ഈ പൂച്ചനെ കൊണ്ടുവന്ന് തന്നു. 3-ാമത്തെ ദിവസം എനിക്ക് നല്ല മാന്തി. ഞാൻ എടുത്തു. രാത്രി ഇവിടെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ കിട്ടി. ഏകദേശം 4 ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു. മൊത്തം തീർന്നത് കൊണ്ട് എനിക്ക് 19 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ബിക്കോസ് ഞാൻ കുറച്ച് അലർജിക് ആയിരുന്നു. അപ്പൊ അലർജിക്കുള്ള വേറെ കുറെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ആദ്യം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പെറ്റ്സിന്റെ അടുത്ത്. ഐ വാസ് ലൈക്ക്, എന്റെ പൊന്നോ
പനി വരുന്നു, വാക്സിൻ എടുക്കുന്നു, അതിന്റെ പനി വരുന്നു, പിന്നെ കിടക്കുന്നു, വീണ്ടും വാക്സിൻ എടുക്കുന്നു. അങ്ങനെ ഈ ഓരോ വാക്സിന്റെ കോഴ്സ് തീരണമല്ലോ, അത് അപ്പോഴേക്കിനൊക്കെ എനിക്ക് നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു. പയ്യെ പയ്യെ എനിക്ക് അതിനോട് അറ്റാച്ച്മെന്റ് വരാൻ തുടങ്ങി. എനിക്കിത് മനസ്സിലായി തുടങ്ങി. ഇവിടെ ഞാനാണുള്ളത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ സെഷൻസ് എടുക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈനായിട്ട് വീട്ടിലാണ്. പക്ഷെ നമ്മുടെ വേൾഡ് ചുരുങ്ങി പോയിട്ടില്ല. അവിടെ ആ വേൾഡിൽ ഒരു കമ്പാനിയൻ ആയിട്ട് വന്നത് ഈ പൂച്ചക്കുട്ടിയായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ നിർബന്ധിച്ചിട്ട് രണ്ടാമത് പൂച്ചക്കുട്ടീനെ കൂടെ വാങ്ങേണ്ടി വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി പെറ്റ്സ് എന്ന് പറയുന്നത് ഒട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പെറ്റ്സിനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പൊ ഈ കുഞ്ഞായിട്ട് കിടക്കുന്ന ആള് ഇപ്പൊ ഇതുപോലെയാണ്. നല്ല വലിയ സൈസാണ്. സൈസാന്ന് മാത്രമല്ല, അത്യാവശ്യം വികൃതിയൊക്കെ കയ്യിലുണ്ട്. കുട്ടികളെ നോക്കുന്നത് പോലെ നമ്മൾ നോക്കണം. അവരോട് നമ്മൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആവുന്നോ അത്രത്തോളം അവർ നമ്മളോട് അറ്റാച്ച്ഡ് ആവും. ഇപ്പോ ഇന്നലെ ഞാൻ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഞാൻ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ രാത്രി എപ്പോ കിടന്നുറങ്ങുന്നോ അപ്പൊ അവർ ഉറങ്ങും. ഞാൻ രാവിലെ എപ്പോ എണീക്കുന്നോ അവർ എണീക്കും. അപ്പോ നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ഡോറ് കുറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവര് സമ്മതിക്കില്ല. വന്ന് അതിലിങ്ങനെ മാന്തിക്കൊണ്ടേയിരിക്കും. ഡോറ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും വന്ന് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കും. അത് ഇപ്പൊ നമ്മള് ബ്രഷ് ചെയ്യാനൊക്കെ വെള്ളം തുറക്കുമല്ലോ, വെള്ളം അത്ര ഇഷ്ടമല്ലാത്ത ടീമാണ് പൂച്ച. ഇവര് സൈഡിലേക്ക് മാറി തരും. എന്നിട്ട് നമ്മളോട് പല്ലേച്ചോളം പറയും. അത് കഴിഞ്ഞാൽ പിന്നെ വന്ന് കാലിൽ ഇങ്ങനെ മുട്ടിയിരുന്നു. അത് ഞാൻ വിചാരിച്ചത് ഇവര് വെറുതെ ഭക്ഷണത്തിന് വേണ്ടി വരാന്നൊക്കെയാ. പക്ഷെ ഇപ്പൊ ഭക്ഷണം ഫുള്ളായിട്ട് ആ പാത്രത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വരും. ഇന്നലെ നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് റിയൽ ആയിട്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവരോട് സ്നേഹം കാണിക്കുന്നതാണ് അത്ര. യഥാർത്ഥത്തില് നമ്മളിൽ അവര് റിയൽ ആയിട്ട് എന്താ പറയാ ഒരു ടൈപ്പ് ഓഫ് സേഫ്റ്റിനെസ് അവർ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് അത്ര അതിന്റെ എക്സാമ്പിൾ. എനിക്കറിയില്ലായിരുന്നു ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു പെറ്റ് എന്നുള്ള ഒരു സംഭവത്തെ നമ്മൾ വളർത്തുന്നതിന് ഇത്രയും പ്രാധാന്യം ഒരാളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഇപ്പോ പൂച്ചകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, മനുഷ്യന്മാരെക്കാൾ ഇഷ്ടം എന്നതല്ല, ഈ പൂച്ചകളെ വളർത്തുന്നത് അല്ലെങ്കിൽ പെറ്റ്സിനെ വളർത്തുന്നത് അരുമ മൃഗങ്ങൾ എന്തുകൊണ്ട് അരുമയായി എന്നുള്ളതിന് ഒരു ലിവിങ് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ടോപ്പിക് തന്നതും ഇവര് തന്നെയാണ്, അത്രമാത്രം. അതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായും മറ്റൊരു സഹജീവിയോട് തോന്നുന്ന ഒരു കമ്പാനിയൻഷിപ്പ് എനിക്ക് ഇവരോട് ഫീൽ ചെയ്തിട്ടുണ്ട്. നൗ പെറ്റ് തെറപ്പി എന്ന് പറയും. തെറപ്പി എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? നമ്മുടെ ഇമോഷൻസ്, വൈകാരികപരമായ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഈ ഒരു പെറ്റ് തെറപ്പി ആക്ച്വലി നിലവിലുണ്ട്. ഒരു ചിൽഡ്രൻസ് നാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് USA ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞിട്ടുള്ള പെറ്റ് തെറപ്പി നിലവിലുണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ? മെന്റൽ ഹെൽത്ത് റെഡിയാക്കാൻ വേണ്ടി, നമ്മുടെ ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോ ഈ കാറ്റോ അതുപോലെ ഡോഗോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് മൃഗം, നമ്മുടെ ഒരു പെറ്റ് നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലോവർ സ്ട്രെസ്. നമ്മുടെ സ്ട്രെസ് കുറച്ച്, പെയിന് കുറച്ച് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യുന്ന പറയുന്നത്. മോഡറേറ്റ് മുതൽ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ പെറ്റ് തെറപ്പി എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, എങ്ങനെയൊക്കെയാണ് ഈ ഡോഗ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡോഗ്സിന് നമ്മുടെ ബോഡിയിലെ ചേഞ്ച് മനസ്സിലാവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഹോർമോൺസ് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ വോയിസിലെ ടോൺ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിന്റെ ഹോർമോണാണ്. ഈ സ്ട്രെസ്സിന്റെ ഹോർമോണൊക്കെ നമ്മുടെ ബോഡിയിൽ ഉള്ളതും അതുപോലെ തന്നെ ഈ സ്ട്രെസ്സിന്റെ ഹോർമോണൊക്കെ എങ്ങനെയാണ് മാറുന്നത്, അതിന്റെ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഈ പെറ്റിന് മനസ്സിലാവുന്ന പറയണേ. ഈവൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മാരകമായ അസുഖം പോലും നമ്മളെ മറികടക്കാൻ വേണ്ടി പെറ്റ് തെറാപ്പിയിലൂടെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു സ്റ്റഡീസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾ ആണ് ഡെക്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ ഡെക്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കുഞ്ഞ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഇതാണ് ആ വാവ. അവനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോ ഈ ചിൽഡ്രൻസ് നാഷണൽ ഹോസ്പിറ്റലാണ് അവൻ ഉണ്ടായിരുന്നത്. വിൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 125 പൗണ്ടോളം ഭാരമുള്ള ഒരു ലെബോർ സംതിങ് ആ ഒരു ബ്രീഡിലുള്ള ഒരു ഡോഗാ. അപ്പൊ ഈ കുട്ടിയെ ക്യാൻസർ ആയി കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഡോഗാണെന്നാണ് പറയുന്നത്. അവൻ ഈ ഡോഗിന്റെ രോമങ്ങളിലൂടെ കൈവിരൽ ഓടിക്കുന്ന സമയത്ത്, അതുപോലെ ജസ്റ്റ് ഇവൻ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡോഗ്, വിൽമ എന്നാണ് ഈ ഡോഗിന്റെ പേര്, ഡോഗ് അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്തെല്ലാം അവന്റെ സ്ട്രെസ് കുറഞ്ഞു എന്നുള്ളതും ഈ സ്ട്രെസ് കുറയുന്നത് വഴി അവന്റെ മെന്റൽ ഹെൽത്ത് മെച്ചപ്പെട്ടു എന്നുള്ളതും അതുവഴി അവൻ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ സക്സസ് ആയി എന്നുള്ളതുമാണ് പറയുന്നത്. സോ പെറ്റ് തെറപ്പി ഈസ് റിയൽ. പെറ്റ് തെറപ്പി
റിയൽ ആയിട്ട് ഉള്ളതാണ്. അതാ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് പെറ്റിനോട് അറ്റാച്ച്മെന്റ് ആവുന്നതെന്ന് പറയുന്നത്? നമുക്ക് ഇതൊരു സൈക്കിളാണ്. അതായത് ഈ മറ്റേ സിനിമയിൽ പറയുന്നില്ലേ, വന്ത സുട്ട സെത്ത റിപ്പീറ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ സ്ട്രെസ് വരും, പെറ്റിനെ ആലോചിക്കും, അതിനുശേഷം ഈ പെറ്റിന്റെ അടുത്തായിരിക്കും കൂടുതൽ അടുപ്പമുള്ളത് അവരോടാണ്. അവരൊരിക്കലും നമ്മളെ ജഡ്ജ്മെന്റൽ ആയിട്ട് നോക്കില്ല. അവർ നമ്മുടെ കമ്പാനിയൻ ആണ്. അപ്പൊ നമുക്കൊരു സെൻസ് ഓഫ് സേഫ്റ്റി വരും, ഒരു ഇമോഷണൽ റെഗുലേഷൻ അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്ട്രോങ്ങർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് റിപ്പീറ്റ്, ഇത് വീണ്ടും 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 സ്ട്രോങ്ങർ അറ്റാച്ച്മെന്റ് ബോണ്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായും നെക്സ്റ്റ് ടൈം സ്ട്രെസ് വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുള്ള ഈ അരുമ മൃഗത്തോടായിരിക്കും. ഡെഫിനറ്റ്ലി അതാണ് പെറ്റ് അറ്റാച്ച്മെന്റ് ലൂപ്പ് എന്നുള്ളത് പറയുന്നത്. കുറച്ച് സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ട്. ഈ സയന്റിഫിക് സ്റ്റഡീസ്, അതായത് റിസർച്ച് നടത്തിയതിനകത്തും പറയുന്നുണ്ട് ഈ പെറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഏകദേശം 21ഓളം സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഡോഗ്സ് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ, ബിഹേവിയറൽ ഡിസ്ട്രസ് റെഡ്യൂസ് ചെയ്യാനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കണ്ട പെറ്റ് ഹീലിംഗിന്റെ പോലെ തന്നെ ആനിമൽ അസിസ്റ്റഡ് തെറപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറപ്പി ഇന്ന് നിലവിലുണ്ട്. ഈ ആനിമൽ അസിസ്റ്റഡ് തെറപ്പി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കുട്ടികളെയാണ്. കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. സോ മെന്റൽ ഹെൽത്ത് ഡിസീസസ്, ആങ്സൈറ്റി പോലെയുള്ള സ്ട്രെസ് പോലെയുള്ള ഡിസീസസിൽ നിന്നും അവരെ രക്ഷിക്കാൻ വരെ സാധിക്കുന്ന ടൈപ്പ് ഓഫ് മൃഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള പെറ്റ്. സോ ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി ഈസ് റിയൽ. നൗ ഓക്കെ, മൃഗങ്ങളെ പറ്റിയുള്ള ഒത്തിരി മൂവീസ് ഉണ്ട് ഓൾറെഡി. സോ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക മൂവിയാണ് ഫസ്റ്റ് വൺ, എ സ്ട്രീറ്റ് കാറ്റ് നെയിംഡ് ബോബ് എന്നുള്ളതാണ്. ഈ ഹ്യൂമൻസും ആനിമൽസും തമ്മിലുള്ള ബന്ധങ്ങൾ പറയുന്ന ഒത്തിരി മൂവീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആനിമൽസ് എങ്ങനെയാണ് ഹ്യൂമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് മൂവീസേ ഉള്ളൂ. ഫസ്റ്റ് വൺ ആണ് എ സ്ട്രീറ്റ് കാറ്റ് നെയിംഡ് ബോബ്. 2016 ഈ മൂവി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് സംഭവം വെച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ, സിമ്പിളായി പറഞ്ഞ പോലെ, എ ട്രബിൾഡ് മാൻ ഫൈൻഡ്സ് കമ്പാനിയൻഷിപ്പ് പർപ്പസ് ആൻഡ് ഹോപ്പ് ത്രൂ എ സ്ട്രേ കാറ്റ്. അതായത് ഒരു ആള്, ഈ പറഞ്ഞിട്ടുള്ള ബോബ്, നോ ഈ പറഞ്ഞിട്ടുള്ള ആളുടെ കമ്പാനിയൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ബോബ്. ബോബ് എന്ന് പറഞ്ഞ ഒരു ജിഞ്ചർ കാറ്റാ. ഓക്കെ, അപ്പോൾ ഈ ആള് ഹീസ് സച്ച് എ ട്രബിൾഡ് മാൻ. എങ്ങനെ പറയാ, ഡ്രഗ് അഡിക്റ്റ് ആയി കിടക്കുന്ന, സ്ട്രീറ്റിൽ ഇങ്ങനെ ഈ നമ്മൾ അലഞ്ഞി തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ കയ്യിൽ, അയാളുടെ ജീവിതത്തിലാണ് ഈ ബോബ് എന്ന് പറയുന്ന ഒരു ജിഞ്ചർ കാറ്റ് വരുന്നത്. അതിനുശേഷം ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇവർ തമ്മിൽ എങ്ങനെയാണ് ഇമോഷണലി കണക്ട് ആവുന്നത്, എങ്ങനെയാണ് ഹീലിങ്ങിന്, ഈ ആളുടെ ഹീലിങ്ങിന് അയാൾ സഹായിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റ് കാറ്റ് നെയിംഡ് ബോബ് എന്നുള്ളത് പറയുന്നത്. പിന്നെ എ ഡോഗ്സ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവി, എ ഡോഗ് ഹാപ്പൻസ് ഫോർ എ റീസൺ, അതാണ് ഈ മൂവിയുടെ ടാഗ് ലൈൻ. അത് പറയുന്നത് പോലെ തന്നെ ഒരു നായ നമ്മളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിനൊരു റീസൺ ആണ് ഇവിടെ പറയുന്നത്. സോ എ ഡോഗ്സ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നല്ലതാണ്. ഇതല്ലാതെ ഇപ്പൊ ഇന്ത്യയില് കേരളത്തിൽ നമ്മൾ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഫേമസ് ആയിട്ടുള്ള ഒരു കന്നഡ മൂവിയുടെ റീമേക്ക് ഉണ്ടായിരുന്നു. ഒരു നായയും അതുപോലെ രക്ഷിത് ഷെട്ടി ആണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് നല്ലൊരു മൂവിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു മൂവിയാണ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ റീസെന്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പടമാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി. ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് അതിന്റെ മലയാളം അവൈലബിൾ ആണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് കാണാൻ ശ്രമിക്കാം. അതായത് എല്ലാ ദിവസവും നമ്മൾ മീറ്റ് ചെയ്യുന്ന, എല്ലാ ദിവസവും നമ്മൾ കാണുന്ന മൃഗങ്ങൾ നമ്മളോട് എങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ട്, എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു, അതല്ലാതെ ഈ മൃഗങ്ങൾ എത്രത്തോളം നമ്മളുടെ അഭാവത്തെ മിസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്നുള്ളതാണ് ആ മൂവിയുടെ പേര്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഷീപ്സ് ഡിറ്റക്റ്റീവ് ആവുന്നത് എന്നുള്ളത് ആ മൂവിയിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് സച്ച് എ വണ്ടർഫുൾ മൂവി. മലയാളത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. അപ്പോ നിങ്ങളുടെ പെറ്റ്സിന്റെ എക്സ്പീരിയൻസസ് പറഞ്ഞോളൂ. എന്റെ പെറ്റ്സ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെയായി എണീറ്റു. സോ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഇത് കേട്ട് നിന്നല്ലോ. യെസ്, താങ്ക് യു റൌഫ് സർ. 777 ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് കേട്ടോ. ഇന്ത്യയിൽ കന്നഡ സ്റ്റാർ ആണ് അതിലുള്ളത്. പക്ഷെ ഇത് മലയാളത്തിൽ അവൈലബിൾ ആണ്. നല്ല മൂവിയാണ്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരും കേട്ട് നിന്നല്ലോ. താങ്ക് യു സോ മച്ച്. രാവിലെ തന്നെ എന്റെ മോർണിംഗ് പോസിറ്റീവ് ആക്കിയതിന് താങ്ക് യു സോ മച്ച്.
ഓക്കെ, നിങ്ങൾക്ക് പെറ്റ്സുമായിട്ടുള്ള എക്സ്പീരിയൻസസ് പറയാം കേട്ടോ. ലൈക്ക് ചെറുപ്പം മുതലുള്ള എക്സ്പീരിയൻസ്. എന്റെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴല്ല. എനിക്ക് ഓർമ്മയുള്ളത് എന്റെ വല്യമ്മാന്റെ അടുത്ത് ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയും അതുപോലെ ഡോഗും ഒക്കെ ഉണ്ടായിരുന്നു. വല്യമ്മ ഡോഗിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ പൂച്ച വന്ന് വല്യമ്മാന്റെ ബെഡിലൊക്കെ കിടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ തറവാട്ടിലുണ്ടായിരുന്ന ഡോഗ് എന്നെ മദ്രസയിലേക്കൊക്കെ അസിസ്റ്റ് ചെയ്യുമായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ആകെയുള്ള ഓർമ്മയുള്ളൂ. പിന്നെയാണ് ഈ പൂച്ചകൾ വന്നത്. അവര് കുറച്ച് കില്ലടികളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. അമ്മയ്ക്ക് പെറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അമ്മ പറഞ്ഞു. ആ ഉണ്ട് ഉണ്ട്. എൻ്റെ വീട്ടിലെ പെറ്റ്സിന്റെ പേര് ലക്കി എന്നാണ്. അവൻ ഓ, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ തുടങ്ങി കരച്ചിൽ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു കുരയ്ക്കലല്ല, ഒരു പ്രത്യേക സൈസ് സൗണ്ട് ഉണ്ടാക്കി അത് നമ്മൾ തിരിച്ചു വരണം. അപ്പം നമ്മൾ ഗേറ്റിന് വെളിയിലേക്ക് കടന്ന് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവൻ ഇവിടെ നിന്നിട്ട് ഇവന്റെ കൂട്ടിൽ നിന്നിട്ട് ഇവൻ അപ്പം തുടങ്ങിയ എന്തോ ഒരു പ്രത്യേക സൗണ്ട്, കുരയല്ല, കരച്ചിലുമല്ല, അതുപോലെ ഒരു സൗണ്ട് ഉണ്ടാക്കി നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി വന്നാലേ അത് നിർത്തുള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹമുള്ള ഒരു ഡോഗാണത്. അവൻ കുഞ്ഞിലെ കൊണ്ടുവന്നതാണ്. ഇപ്പൊ എന്താണ് 1 വയസ്സാവാറായി, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛന് നേരത്തെ ഇതുപോലെ ഡോഗ്സിനെ വളർത്താറുണ്ട്. അതെന്ന് പറഞ്ഞാൽ അന്ന് അച്ഛൻ നീലഗിരിയിൽ ബിസിനസ് ആയിരുന്നു. അവിടെ കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു. ഞാൻ ജനിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അവിടെ അന്ന് അച്ഛന് പെറ്റുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ ഭയങ്കര അനുസരണയുള്ള ഒരു ഡോഗ്. അവന്റെ കഴുത്തില് ഇങ്ങനെ പാത്രം ഇട്ട് അടപ്പിട്ട് അടച്ച് അതിൻ്റെ അകത്ത് പൈസ ഇട്ട് കൊടുത്താൽ അപ്പൊ അച്ഛന്റെ കൂടെ നേരത്തെ മീറ്റ് വാങ്ങിക്കാനായിട്ട് പോകാറുണ്ട് കടയില്. അപ്പൊ പിന്നെ ഇപ്പൊ ഇവൻ തന്നെ പോയി ആ കടയിൽ ചെന്ന് ആ കടക്കാരൻ ഈ പാത്രം എടുത്ത് തുറന്ന് അതിലിട്ട് അടച്ച് അവന്റെ കഴുത്തിൽ തന്നെ തൂക്കിയിട്ട് കൊടുത്ത് അവൻ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും. കൊണ്ടുവന്ന് ഇങ്ങനെ കഴുത്തിൽ നിന്ന് അത് ഊരിയോടെ വെക്കും. അങ്ങനെ ഒരു പട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. പക്ഷെ ഞാനുണ്ടായിരുന്നില്ല അന്ന്. അപ്പൊ അത് പണ്ട് മുതലേ നായ്ക്കളോട് ഭയങ്കര സ്നേഹമാണ്, എനിക്കിഷ്ടമാ. ഉം. ശരി മാം. താങ്ക് യു മാം, നമ്മള് താങ്ക് യു ഫോർ ഷെയറിംഗ്. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കും. ആ, അതെ 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 അതെ, അത് അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ ഇവൻ ഭയങ്കര സ്നേഹമാണ്, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ അറ്റാച്ച്മെന്റ് ആവും എന്ന്. ശരിയാണ്. താങ്ക് യു അതെ മാം, അതെ താങ്ക് യു അതെ. ഫോർ നമ്മുടെ വീട്ടിലെ ഗുഡ് ഗുഡ് മോർണിംഗ് ഫാത്തിമ മാം. ഗുഡ് മോർണിംഗ് കൗഫ് സർ. നല്ലൊരു സെഷൻ. ഞാൻ ഒരുപാട് സൈക്കോളജി ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ടോപ്പിക് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. താങ്ക് യു. ഞങ്ങള് ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. പെറ്റായിട്ടൊന്നുമല്ല, അതിങ്ങനെ ചുമ്മാ അതില് ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അതിന്റെ വാലിൽ ചവിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചും മാന്തിയും കടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് മാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് അന്ന് പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ഞാനന്ന് 8 ഇഞ്ചക്ഷൻ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. 8 ദിവസമായിട്ട്. അതോ ഒന്നിടവിട്ട ദിവസമാണോ, കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അതിനുശേഷം ഈ പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ പുറകെ ഇങ്ങനെ കാലിന്റെ അവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ട് സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇപ്പം പറഞ്ഞ പോലെ പെറ്റുകളൊക്കെ അല്ലെ, പൊതുവിൽ എല്ലാവരും പറയുന്നതാണല്ലോ മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ സ്നേഹമാണെന്നുള്ളത്. അപ്പം അതിന് ഇങ്ങനെ ഒരു തെറാപ്പിയുടെ വശമുണ്ട് എന്നുള്ളത് പുതിയൊരു അറിവാണ്. മനോഹരമായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തു. കുറച്ചു താങ്ക് യു. പേർക്കെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. കൂടുതൽ നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് ഇനിയും മോർണിംഗ് സർക്കിളിൽ വരിക. താങ്ക് യു മാം. ഷുവർ സർ, ഷുവർ സർ. നിഷ മാം പറയുന്നുണ്ട് നിഷ മാമിനും ഒരു നായയുണ്ട് എന്ന്. ഓക്കെ, അവന് ഫുഡ് കൊടുത്താൽ അവനെ ഒന്ന് തലോടിയാലേ ഫുഡ് കഴിക്കൂന്ന്. ആ, യെസ്. ഇത് ഈ സൈക്കോളജിയിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന എക്സ്പെരിമെന്റ് തന്നെ. ബിഹേവിയറിസത്തിനെയും അതുപോലെ തന്നെ ഫങ്ഷണലിസത്തിനെയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റ് ആയിരുന്നു. ഇവാൻ പാട്രോവിച്ച് പാവ്ലോവിന്റെ ഒരു എക്സ്പെരിമെന്റിനകത്ത് നായക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഇത്. ഇപ്പോ ഇന്ന് നമുക്ക് വേറെ ഒത്തിരി ടൈപ്പ് ഓഫ് പെറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ വൈൽഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിനെ നമ്മൾ ക്യാപ്റ്റീവിൽ വളർത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഓർക്ക വെയിൽ എന്ന് പറയും. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള വെയിലാണത്. ഈ തിമിംഗലം വിഭാഗത്തിൽ വരുന്ന ഒരു വെയില. ഇതിനെ പിടിച്ച് വളർത്തിയിട്ട് വർഷങ്ങളോളം വളർത്തി ആ ക്യാപ്റ്റിവിറ്റിയിൽ ഇട്ട് അവസാനം അതിന്റെ ട്രെയിനറെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ദ തിങ് ഈസ് ദാറ്റ് അങ്ങനെ അപകടമുണ്ട്, പക്ഷെ അത് വളരെ വിരളമാണ്. എന്നിരുന്നാൽ കൂടെ ഈ പറഞ്ഞിട്ടുള്ള പൂച്ചകൾ, അതുപോലെ നായകൾ, അങ്ങനെയുള്ള കുറച്ച് ജീവികളുണ്ട്, എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ
സോ അതുകൊണ്ട് തന്നെ പെറ്റ് ഫീലിംഗ് ഇസ് റിയൽ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മക്കൾക്ക് മീനെ വളർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. അവര് ഇതുപോലെ എന്നിട്ടത് ചത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഭയങ്കര മൂടിയായിട്ടാണ് രണ്ടുപേരും നടക്കുക. മൂഡ് ഓഫ്. അവര് പിന്നെ പുതിയത് വാങ്ങിക്കേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്കൊക്കെ ശ്രദ്ധ മാറുന്നവരെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് അവര് കളിക്കുന്നതിടയിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടൊക്കെ ചത്തുപോയി കഴിഞ്ഞാല്. അപ്പം കുട്ടികൾക്ക് നല്ലൊരു ഹോബിയാണ്. അവര് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് റെസ്പോൺസിബിലിറ്റി അറിയാമെങ്കിൽ. കൊണ്ടുവരും കുട്ടികളിൽ എന്ന് തോന്നുന്നു, അതെ. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് അബി സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ റാവു സാർ പറഞ്ഞിട്ടൊരു വ്യത്യസ്തമായ ഒരു ടോപ്പിക് ആയിരുന്നു. എനിക്ക് പെറ്റ്സ് ഒന്നുമില്ല, പക്ഷെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് ഈ ആനിമൽസ് എന്ന് പറയുന്നത്. ഇൻ കേസ് ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗ് ഇതൊക്കെ എന്ന് പറയുന്നത്. കാരണം അവരുടെ ഏകാന്ത ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്, അവർക്ക് വലിയൊരു സപ്പോർട്ടാണ്. പലർക്കും നമുക്കറിയാമല്ലോ, എനിക്ക് നാട്ടിലരെ ഇവിടെയൊക്കെ ആണെങ്കിൽ കണ്ണു കാണാൻ വയ്യാത്തവർക്ക് ഒരു ട്രെയിൻഡ് ആയ ഡോഗ്സ് കാണും, അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു വിഷമം വന്നാൽ പോലും പെട്ടെന്ന് ഇവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇവരും ഫുഡ് നമ്മുടെ അടുത്ത് വന്നിരിക്കും, നമ്മളെ നക്കും, നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കും. അപ്പൊ നമുക്കിതൊക്കെ വലിയൊരു ആശ്വാസമാണ്. അപ്പൊ ഇതെല്ലാം പലരും എന്നോട് ഷെയർ ചെയ്ത, പ്രത്യേകിച്ച് ഈ സീനിയേഴ്സ് ആയ ആൾക്കാർക്കൊക്കെ ഈ പെറ്റ് തെറാപ്പി ചെയ്യും. അവർ ഈ തലോടുമ്പോഴും അതിന്റെ കളി കാണുമ്പോഴും ഒക്കെ ഇവർക്ക് ഭയങ്കര റിലീഫാണ്. ഇവരുടെ ഫിസിക്കൽ പെയിൻ ആയാലും ഇമോഷണൽ ആയാലും ഒക്കെ വലിയൊരു റിലീഫായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാം ക്യാറ്റിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇതായത് ലൈറ്റ് അടിക്കാൻ നേരത്ത് ചാടും. ഇതിന്റെ ചാട്ടം കാണാൻ തന്നെ വളരെ രസമാണ്, പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ചാടുന്നതാണ്. ഇതൊക്കെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഏകാന്ത ജീവിതത്തിൽ. പിന്നെ ഇവര് പിരിയുക എന്ന് പറയുന്നതും ഭയങ്കരമായ വിഷമമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനൊരു ഡോഗ് ഉണ്ടായിരുന്നു, റീസെൻ്റ്ലി അതിന് ക്യാൻസർ ആയിരുന്നു, അത് മരിച്ചു. പുള്ളിക്കാരി അതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ 5-6 മാസം എടുത്തു. ജോലിയിൽ വരാതെയായി, ഭയങ്കര ഡിപ്രസ്ഡ് ആയി, അത്രമാത്രം അറ്റാച്ച്മെന്റ്. അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ എന്ന് വെച്ചാൽ എണ്ണമില്ലാത്ത. അതിന് ഉടുപ്പ് വാങ്ങിച്ച, പുള്ളിക്കാരിയുടെ കോളേജ് സെലിബ്രേഷന് അതിനെ കൊണ്ടുപോയി അതനുസരിച്ചുള്ള ഉടുപ്പുകള്, ക്രിസ്മസിന് അതിനെ കിടക്കാനുള്ള, ഇതൊക്കെ ഭയങ്കരമായി ഇവർ ചെലവാക്കും അതിനു വേണ്ടി. ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കര ഒരു ഇമോഷണൽ സപ്പോർട്ട് ആണ് ഈ അനിമൽസ് എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാനും പറ്റും. സാധാരണ ഞാൻ മാം പറഞ്ഞതിൻ്റെ കൂട്ട് എനിക്കും മനസ്സിലായത് മനുഷ്യനേക്കാൾ ഇച്ചിരി ഏറെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം നമ്മളിത് വളർത്തുന്നവർ അതിനെ നമ്മൾ അറിയാതെ ഒരു വാലെ ചവിട്ടിയാൽ പോലും അത് നമ്മളെ പെട്ടെന്ന് അങ്ങ് കടിക്കത്തില്ല. പക്ഷെ അത് ആ ഒരു സ്വഭാവം എല്ലായ്പ്പോഴും കാണിക്കും. മനുഷ്യൻ സാധാരണ നമുക്ക് ഏത് നിമിഷവും ചേഞ്ചസ് ഉണ്ടാവാം. പക്ഷെ ഇവര് നമ്മുടെ ഒപ്പം, അവസാനത്തോടെ നമ്മുടെ ഒപ്പം നിൽക്കും. നമ്മുടെ ഓരോ ഫീലിങ്ങും നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ക്ലയന്റ്, പുള്ളിക്ക് കുതിരയുണ്ട്. അപ്പം പുള്ളി നേരത്തെ സ്ഥിരമായി ഒന്നും പോകത്തില്ലായിരുന്നു റാഞ്ചില്. ഇപ്പൊ സ്ഥിരമായി പുള്ളി എന്നോട് വന്ന് പറഞ്ഞു, ഇപ്പം കുതിരയ്ക്ക് ഭയങ്കരമായി ചേഞ്ചസ് ആണ് എൻ്റെ പ്രസൻസ് കാരണം. ഞാൻ ഒരു ദിവസം വിഷമിച്ചിരുന്നാൽ തന്നെ കുതിരയെ അതിന് ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്നെ നക്കുകയും തലയിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞ, നമ്മൾ എത്ര നാൾ കൂടെ ജീവിച്ചാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയും. പക്ഷെ ഇവർക്ക് നമ്മുടെ ഫീലിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെയേറെ തിരിച്ചറിയാം. ഞാൻ മാം പറഞ്ഞപ്പോൾ ഇങ്ങനെയല്ല, എന്നോട് പലരും ഷെയർ ചെയ്യുന്ന, ക്ലയൻസ് ഒക്കെ ഷെയർ ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോ ഷെയർ ചെയ്തത് വളരെ കുറച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സർ, താങ്ക് യു ഫോർ ആഡിങ് അപ്പ്. ഹാപ്പി മോർണിംഗ് മാഡം. ഹാപ്പി മോർണിംഗ്. ഞാനൊരു നല്ലൊരു ആനിമൽ ആൻഡ് ബേർഡ്സ് ലവറാണ്. നല്ല ഫീലിങ്സ് എനിക്ക് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ നല്ല ട്രാജഡിക്കലായിട്ടുള്ള ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി, വീടിൻ്റെ ഓരോ പ്രശ്നങ്ങളായിട്ട് വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്ന്, അങ്ങനെയൊക്കെ വളരെ ഒറ്റപ്പെട്ടു പോവായിരുന്നു.
അപ്പോൾ അന്നേരമൊക്കെ കൂടുതൽ എന്ന് പറയേണ്ട ആൾക്കാർ കുറവാണ്. നമ്മളിപ്പോൾ നഷ്ടപ്പെടുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരാണ് നമുക്ക് കൂടെ ഉണ്ടാവും എന്ന് പറയേണ്ട ലോസ് അല്ലെങ്കിൽ നഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ അവസരം താൽക്കാലികമായിട്ട് പെട്ടെന്നുണ്ട് ഒരു മരിച്ചാൽ ഒരാൾ മരണപ്പെട്ടാലൊക്കെ പെട്ടെന്ന് കുറച്ച് ആൾക്കാരൊക്കെ കൂടും. അന്നേരം അതിന് ശേഷമാണ് നമ്മൾ മാനസികമായിട്ട് പ്രശ്നങ്ങൾ കൂടുതൽ എന്ന് പറയേണ്ട പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അന്നേരമൊക്കെ ശരിക്കും സിൻസിയറായിട്ട് നമ്മളൊക്കെ ഒരു സ്വാതന്ത്ര്യം തരാൻ അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ് ഓൾറെഡി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ ഏകാന്തമായി ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വായനശാലയിലൊക്കെ വായിക്കാൻ പോവുക അങ്ങനെയൊക്കെ. ആ സമയത്തൊക്കെ ഞാൻ കൂടുതലായിട്ട് ആനിമൽസുമായിട്ട് കൂടുതൽ കണക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടാറുണ്ട്. അങ്ങനെ അത് എങ്ങനെ നല്ല സ്നേഹമായി പ്രണയമായി അങ്ങനെ എന്താ പറയണ്ടേ അങ്ങനെ. അപ്പോൾ എല്ലാ സ്ഥലത്തും അവനക്ക് അങ്ങനെയുള്ള ആനിമൽസ്, ഡോഗ്സ്, ക്യാറ്റ്, ഇങ്ങനെ പശു, അങ്ങനെയുള്ള പല സംഭവങ്ങളും നല്ലൊരു എന്താ പറയണ്ട മനസ്സിന് ആശ്വാസം കിട്ടുന്ന എന്താ പറയണ്ട വലിയൊരു സംഭവമായിരുന്നു. അങ്ങനെ നല്ല നല്ല കഥകളും എന്ന് പറയേണ്ട ഉണ്ട് ഓൾറെഡി. ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോ പിന്നെ ഇതിന്റെ ഒരു സേഫ്റ്റി നോക്കണേ. ഇപ്പൊ നമ്മളെപ്പോഴും അതിന് നല്ല ഒരു സംഭവം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴും ഇപ്പൊ അതിലുള്ള ഇപ്പൊ സേഫ്റ്റി പ്രധാന ഘടകമായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ പക്ഷികളിൽ നിന്നുണ്ടാകുന്ന പല പല വൈറസുകൾ അങ്ങനെ കണ്ടമാനം ബാധിക്കുന്നുണ്ട്. ഇപ്പം പക്ഷിപ്പനി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് എന്ന് പറയേണ്ട ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് പെട്ടെന്ന് ലോസ് വരുന്നു. ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വവ്വാലിന്റെ ഒക്കെ ഇതിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളുണ്ടല്ലോ. പിന്നെ അതുമാത്രമല്ല ഈ പിന്നെ എന്താ പറയണ്ട ഈ ഡോഗ്സ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഈ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ കൂടുതൽ അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു മുറിവൊക്കെ പറ്റിയാൽ അതിന് ഭയങ്കര എന്താ പറയുക ഫീലിങ്സ് ഉണ്ടാവും. അത് ശരിക്കും അത് കാണിക്കും. അത് അവിടെയൊക്കെ നക്കിത്തരും ഓൾറെഡി. ആ മുറിവിലൂടെ തന്നെ വളരെ അപകടകരമായിട്ട് ഇതിന്റെ നാവില് മൃഗങ്ങളുടെ നാവിന്റെ ഇടയിൽ എന്താ പറയണ്ട വല്ല അപകടകരമായിട്ട് ഒരുപാട് അണുക്കളുണ്ട്. അപ്പൊ അതിലൂടെ എന്താ പറയണ്ട ഈ ബ്ലഡിലേക്ക് കലരുമ്പോഴാണ് അത് അപകടം. പുറമേ കൂടുതലായിട്ട് എഫക്റ്റ് ഇല്ല ഇതിന്. അപ്പോ മുറിവുണ്ടെങ്കിൽ അതില് ബ്ലഡിന്റെ എഫക്റ്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു സേഫ്റ്റി നമ്മളെ മസ്റ്റാണ്. എല്ലാവരും പറയുന്നത് അതിന് നമുക്ക് സന്തോഷം തരുന്നു, വികാരങ്ങളെ ഇത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളാണ് പറയുന്നത്. സുരക്ഷിതം. ഇപ്പൊ കുട്ടികളൊക്കെ ഇതാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. അത് കുട്ടികളൊന്നും കൂടുതൽ ബോധവാന്മാരാവൂല എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ സംഭവങ്ങളുണ്ട്. അതൊന്ന് പറയാൻ എന്താ പറയുക എനിക്കും വളരെ എന്താ പറയണ്ട സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ്. ഇപ്പൊ അടുത്തായിട്ട് ഞാൻ ഈ ജേർണലിൽ പഠിച്ചിട്ടുണ്ട്, റിസർച്ച് ജേർണലിൽ ഈ പൂച്ചകൾക്ക് മേഡം പറഞ്ഞ പോലെ ഈ പൂച്ചകൾക്ക് നമ്മുടെ ഓരോ വികാരങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനങ്ങനെ എന്തോ ഒരു കഴിവുണ്ട്. മേഡം പറഞ്ഞ ഈ ഹോർമോൺസ് അത്രത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ട് മേഡം പറഞ്ഞവരാണ് എനിക്ക് ഹോർമോൺസുമായിട്ട് കണക്റ്റഡ് ഉണ്ട് എന്ന് പറയുന്നത് മേഡം പറഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. അങ്ങനെ അല്ലാണ്ട് ഞാൻ വിചാരിച്ചത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഫേസോ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും അത് എന്താണ് മനസ്സിലാക്കുന്നതെന്ന്. ഇപ്പൊ ഹോർമോൺസ് വരെ കണ്ടെത്താന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു അറിവാണ്. അത് മേഡം പങ്കുവെച്ചത് വളരെ പറയേണ്ട എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഓരോന്ന് ഞാനിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു അറിവാണ്. അപ്പോൾ മേഡം മുന്നേ ഈ എന്താ പറയണ്ട ട്രാവലർ ആണെന്ന് പറഞ്ഞു. മുന്നേ ഒരു ക്ലാസ്സിൽ ഗുജറാത്തിൽ എന്തോ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. മേഡം ആണോ വേറെ ആണോ എന്നറിയില്ല. അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. ലൈക്ക് ഞാൻ അന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ തന്നെ, നമ്മുടെ ഇന്ത്യ ഒരു വേൾഡ് ആണല്ലോ, ഇന്ത്യ ഒരു ലോകമാണല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും പറയണത് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഇന്ത്യ സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കാത്ത പോലെയാണ് എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് ഞാൻ അന്ന് എടുത്തിരുന്ന ഒരു ടോപ്പിക്കാണ് സാർ അത്. അല്ല അതില് ഞാൻ അന്ന് എന്താ പറയണ്ട പിന്നെ ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഗുജറാത്തിലാണുള്ളത്. അന്നും ഗുജറാത്തിലായിരുന്നു ഉള്ളത്. എന്തോ എവിടെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ അങ്ങനെ എന്തോ ഒരു സംഭവം എന്തോ യെസ് സർ. ക്യാമൽസ്, അവിടുത്തെ കച്ച് റീജിയനിലുള്ള ഒരു ക്യാമൽസ് ഉണ്ട്. അവര് പൊതുവെ നമ്മൾ ക്യാമൽസിനെ ഡെസേർട്ട് ഓഫ് ദ ഷിപ്പ് എന്നല്ലേ, അല്ല ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്നല്ലേ പറയുന്നത്. പക്ഷെ അവിടെ കച്ച് റീജിയനിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഖരായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാമൽസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കുറെ ആർട്ടിക്കിൾസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബില്. സർ കണ്ടിട്ടുണ്ടോ അതുപോലെ? കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണോ? അതെ, കച്ച് ഭാഗം. എവിടെ സ്ഥലത്ത്? കച്ച് ഭാഗത്ത്. ഭൂകമ്പങ്ങൾ കുറെ മുന്നേ അവിടെ ഒരു എർത്ത് നടന്നിട്ടുണ്ട്. അതെ അതെ. പിന്നെ അതുപോലെ അലാങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ, ഷിപ്പ് റക്കേജിന്റെ ലൈക്ക് ഷിപ്സിനെ ഡിസിന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ ഗുജറാത്തിലുള്ളതാണ്. അതൊക്കെ അവിടെയുണ്ട്. അതൊക്കെ വലിയൊരു പ്രാധാന്യമില്ല. ഇങ്ങനെ ഈ ഒട്ടകങ്ങളെ പോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്, നാച്ചുറൽ ആയിട്ടുള്ള. അതിനാണ് ഞാൻ
മനുഷ്യനിർമ്മിതമായിട്ട് ഒരുപാട് ഇങ്ങനെ സ്റ്റാച്ചു അങ്ങനെ അതിലൊന്നും നമുക്ക് പ്രത്യേകമായിട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ചിലർക്ക് ഒരു അത്ഭുതമായിരിക്കും ഇത്ര വലിയ ഹൈറ്റുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം അങ്ങനെയല്ലാണ്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഇവിടെ ഒരു പക്ഷികൾക്കും ഇതിനെല്ലാം കൂടിയിട്ട് ഇരുൾനാട്ടം പറഞ്ഞിട്ട് മലയാളി ആയിട്ടുള്ള ഒരാള് സംഭവമുള്ള എന്തോ ഒരു സംഭവം ഉണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഇരുൾനാട്ടം അതിന്റെ പേര് ഞാൻ മുന്നേ ഒരു 6-7 വർഷം മുന്നേ കേട്ടതായിരുന്നു. അപ്പൊ ആ ഒരു സംഭവത്തിന്റെ ഒരു ഡീറ്റെയിൽസ് എന്നോട് പിന്നീട് വിട്ടുപോയി. ഡയറിയിൽ എവിടെയോ എഴുതി വെച്ചിട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കണക്ഷൻസ് ഇരുൾ എന്ന് പറഞ്ഞിട്ടോ? എവിടെയോ ഇരുൾ എന്താണ് അത് സംഭവം? അതായത് കുറച്ച് അവർക്ക് കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെ കുറച്ച് ചെറിയ രീതിയിൽ ഓരോരോ എന്താ പറയണ്ട ഈ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്. കുറെ എന്താ പറയണ്ട ഈ ബേർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു ജൈവ വൈവിധ്യം ഉള്ള രീതിയിലുള്ള ഒരു ഇതായിട്ട് അവർ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റിനും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല താല്പര്യമുള്ളതായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് എത്ര വലിയ എന്താ പറയണ്ട പോപ്പുലാരിറ്റി ആയിട്ടില്ല. അപ്പൊ അവര് സ്വന്തം ഇതായിട്ട് സ്വന്തം വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അപ്പൊ മലയാളിയാണ് അതിന്റെ എന്താ പറയണ്ട ഒരാള് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുൾനാട്ടം അതിന്റെ പേര് ഓൾറെഡി അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഞാൻ ചെക്ക് ചെയ്യാം. താങ്ക് യു സർ. അപ്പൊ വളരെ സന്തോഷം എന്താ പറയണ്ട ഈ ഒരു സംഭവത്തിൽ എന്താ പറയണ്ട എനിമൽ ലവർ അല്ലെങ്കിൽ ബേർഡ്സ് ലവർ എന്ന് പറയുന്നത് ആ ഒരു സെക്ഷനിലേക്ക് തന്നെ കുറച്ച് മുന്നോട്ട് പോകണം. ഈ തെറാപ്പി ഒക്കെ വലിയ ഇതാണ്. നമുക്ക് മനസാന്നിധ്യം ഉണ്ടാണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ രോഗങ്ങളെ പ്രതിരോധ ശേഷി പ്രധാന ഘടകമാണല്ലോ ഓൾറെഡി. ഈ ഇപ്പൊ ട്രീറ്റ്മെന്റിൽ ഓരോ കാര്യം ഇപ്പൊ ക്യാൻസറിനെ പോലെ പറഞ്ഞതിൽ നമ്മളെ മനസാന്നിധ്യം വളരെ പ്രധാന ഒരു മെയിൻ പാർട്ടാണ്. ഒരു 30% പാർട്ടാണ്. മെഡിസിൻസ് ഒരു പാർട്ടാണ്. പിന്നെ അങ്ങനെയുള്ള ബോഡി എക്സസൈസ് അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒരു പാർട്ടാണ്. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞാൽ വലിയ വലിയ രോഗത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റൂ. ഇപ്പൊ ഏതോ ഒരു മുന്നേയുള്ള ഒരു ബാസ്കറ്റ് ബോൾ താരം എയ്ഡ്സ് വരെ ഉണ്ടായിട്ട് അതിനെ 22 വർഷത്തോളം പ്രതിരോധിച്ചിട്ട് എന്താ പറയണ്ട വിജയിച്ച എന്താ പറയണ്ട മൈക്കിൾ ജോർദാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും അവര് ഭയങ്കര ഫിറ്റ്നസ് ആണ് ഓൾറെഡി. അപ്പോ അത് എന്താ പറയണ്ട മനസ്സിന്റെ ഒരു ഇതും ബോഡീന്റെ എക്സസൈസും അങ്ങനെ എല്ലാം കൂടിയിട്ട് ചേർന്ന ഒരു സംഭവമാണത്. അപ്പോ അങ്ങനെ ഒരു ചെറിയ ഇതായിട്ട് നമ്മൾ എല്ലാവരും കാണാൻ പാടില്ല. ചിലർക്ക് ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കുറച്ച് ഇതാണ് എന്താ പറയുക ഒമിറ്റിംഗ് ആണ് ഓൾറെഡി. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് അറ്റാച്ച്മെന്റ് എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് എന്താ പറയണ്ട ഒരു അറ്റാച്ച്മെന്റ് വേണം ഒരു മിഡിലായിട്ട്. ഞാനിപ്പോ ഒരു ദിവസമൊക്കെ ഒരു 100 രൂപ മീഡിയം എന്താ പറയണ്ട അതിൽ കൂടുതൽ എന്താ പറയണ്ട ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. പശു ഡോഗ്സ് പൂച്ച അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും പക്ഷികള് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ. അപ്പോ എന്താ പറയണ്ട കുറച്ച് സ്നേഹം എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരും സ്നേഹിക്കപ്പെടുക. ഇപ്പൊ നമ്മളിപ്പോ സ്നേഹം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള മാത്രം വലിയൊരു നല്ല സംഭവമാണ്. പക്ഷെ നമുക്ക് സ്നേഹിക്കപ്പെടണം. നമ്മുടെ ഉള്ളിലും സ്നേഹിക്കപ്പെടുമ്പോഴാണ് അത് ബാലൻസ് ആകുന്നത്. നമ്മൾ കൊടുക്കൽ മാത്രം ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടാവണം. അപ്പോ ഒരുപാട് ലേറ്റ് ആയി പോയി. എല്ലാവരും സ്നേഹിക്കപ്പെടുക. ഇത് ഫ്രാങ്ക് ആൻഡ് കാൽക്കുലേറ്റിംഗ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു അല്ലെ? മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. വെറൈറ്റി ടോപ്പിക് ആയിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ എന്റെ പെറ്റ് എക്സ്പീരിയൻസ് പറയാൻ സമയമില്ല. എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ല. പിന്നീട് എപ്പോഴെങ്കിലും പറയാം. സമയം പോലെ ടൈപ്പ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. എല്ലാവർക്കും ഒരുപോലെ വായിക്കാമല്ലോ. ഓക്കെ മാം. അപ്പൊ എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടാ. താങ്ക് യു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു.